നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പകരം സംവിധാനമൊരുക്കാതെ ആദിവാസി വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ഒഴിപ്പിക്കുന്നതിൽ പ്രതിഷേധം ശക്തമായി. ഇടുക്കി മെഡിക്കൽ കോളേജിനായി ഒഴിപ്പിക്കുന്ന ഹോസ്റ്റലിന്റെ പേരിലാണ് ആദിവാസികൾ രംഗത്ത് വന്നത്. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ 16ാമത് വാർഷികാഘോഷം നടന്നു. പൊതുസമ്മേളനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ജോസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 5-ന് ദേവികുളം RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തും. നാഷണൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ ഇനത്തിൽ തൊടുപുഴ പ്രതീക്ഷാ ഭവൻ സ്കൂളിൽ നിന്നും കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച 2 കുട്ടികൾക്ക് സ്വർണ്ണ മെഡൽ. ദീർഘദൂര ഓട്ടക്കാരൻ ഷിനുവിന്റെ ഇടുക്കി ജില്ലയിലെ മാരത്തോൺ തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ചു. പ്രസ് ക്ലബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാരത്തോൺ മുനിസിപ്പൽ ചെയർമാൻ AM ഹരിത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പകരം സംവിധാനമൊരുക്കാതെ ആദിവാസി വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ഒഴിപ്പിക്കുന്നതിൽ പ്രതിഷേധം ശക്തമായി. ഇടുക്കി മെഡിക്കൽ കോളേജിനായി ഒഴിപ്പിക്കുന്ന ഹോസ്റ്റലിന്റെ പേരിലാണ് ആദിവാസികൾ രംഗത്ത് വന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് പട്ടികവർഗ വിദ്യാർത്ഥികൾ താമസിച്ചു വന്നിരുന്ന പ്രീ മെട്രിക് ഹോസ്റ്റൽ ഏറ്റെടുക്കുവാനുള്ള നീക്കത്തിനെതിരെയാണ് ആദിവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഹോസ്റ്റൽ മാറ്റപ്പെടുമ്പോഴേക്കും ഇവിടെ പഠിക്കും കുട്ടികൾക്ക് അനുയോജ്യമായ അവസരം കണ്ടെത്തുക. ആദിവാസി ഐക്യം സിന്ദാബാദ്. ഇവിടെ താമസിക്കുന്ന 60ഓളം കുട്ടികളെ സമാന സൗകര്യങ്ങളുള്ള മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറ്റിപ്പാർപ്പിക്കുവാൻ സൗകര്യമൊരുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ സ്ഥലത്താണ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് എന്നും എന്നാൽ യാതൊരുവിധ അനുമതിയും കൂടാതെ കെട്ടിടങ്ങൾ പൊളിച്ച് മെഡിക്കൽ കോളേജിനായി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് പ്രതിഷേധാർഹമാണ് എന്നും ഇവർ പറയുന്നു. ഹോസ്റ്റൽ പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി സജീവൻ തേനിക്കാക്കുടി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബിൻ കുന്തളായിൽ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പേരാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. MSM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാസ ഐക്യദാർഢ്യ ദിനം ആചരിച്ചു. ജില്ലാ പ്രസിഡന്റ് മീരാൻ, അൻസാർ, നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. ഗാസ ഫണ്ട് സ്വരൂപിക്കലും നടന്നു. നിന്റെ പോലെ നിന്റെ സഹോദരനെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കണമെന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ അനുയായികളല്ലേ നമ്മൾ? എന്നിട്ട് നമുക്ക് എന്ത് ഈ മനുഷ്യ ജീവികളോട് ഒരു മനുഷ്യൻ എന്നൊരു പരിഗണന പോലും, വേറൊരു പരിഗണനയും കാണിക്കണ്ട, ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും കാണിക്കാതെ ഇങ്ങനെ പിച്ചിച്ചു നിന്ന ഫോട്ടോ, ഇങ്ങനെ പിച്ചിച്ചു നിന്ന അവസ്ഥയ്ക്കെതിരെ ഒരു കണ്ണീരിനെങ്കിലും ഏകാന്തമായിരിക്കുമ്പോ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ മെനക്കണം. നമ്മുടെ 5 പൈസ അവർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഏകാന്തമായിരിക്കുമ്പോ അവരുടെ അവസ്ഥയെ ഓർത്ത് ഒന്ന് കണ്ണീരെടുക്കാനെങ്കിൽ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, ഈ കിരാത നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, ഇങ്ങനെ ഒരു സംരംഭവുമായി ഏതെങ്കിലും സംഘടനകൾ എത്തിപ്പെടുമ്പോ 1 രൂപയുടെ ചില്ലുകാശ് പോലും അവർക്ക് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എങ്കിൽ ഇനിയും നമ്മൾ മനുഷ്യനായി ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇനിയും പലസ്തീനിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴാതിരിക്കാൻ ഈ കിരാത നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ദേവികുളം RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ലോക്സഭാ പ്രസിഡന്റ് ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 5-ാം തീയതി ചൊവ്വാഴ്ച 11 മണിക്ക് ദേവികുളം RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. 6 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജോയ്സ് ജോർജ് MPയും കുടുംബവും തമിഴ് പട്ടികജാതിക്കാരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി കൈവശപ്പെടുത്തിയ കൊട്ടക്കാമ്പൂരിലെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുക, കയ്യേറ്റ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് തോട്ടം തൊഴിലാളികൾക്ക് നൽകുക, കയ്യേറ്റക്കാരല്ലാത്ത സാധാരണ കർഷകർക്ക് കരമടയ്ക്കാൻ സൗകര്യമുണ്ടാക്കുക, മൂന്നാറിലെയും ദേവികുളം താലൂക്കിലെയും ഭൂരഹിതർക്ക് അടിയന്തരമായി ഭൂമി നൽകുക, കയ്യേറ്റ ഭൂമിയിലെ മരം വെട്ടിക്കടത്തിയവർക്കെതിരെയും അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുക, കൊട്ടങ്കാമ്പ് ഭൂമി തട്ടിപ്പ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സമിതിയുടെ അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പാർലമെൻറ്റ് കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്.
യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് T. സിദ്ദിഖ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ജില്ലയിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്നിവർ ഈ മാർച്ചിൽ പങ്കെടുക്കും. ജോയ്സ് ജോർജ് എംപിയും കുടുംബവും തമിഴ് പട്ടികജാതിക്കാരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി കൈവശപ്പെടുത്തിയ കൊട്ടക്കാമ്പൂരിലെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുക, കയ്യേറ്റ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് തോട്ടം തൊഴിലാളികൾക്ക് നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത്. ഓഗസ്റ്റ് 5 നടത്തുന്ന മാർച്ച് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. രതീഷ് ചെങ്ങോലിമറ്റം, മുകേഷ് മോഹനൻ, പ്രശാന്ത് രാജു, MK സിയാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാലിന്യങ്ങൾ കുന്നുകൂടുമ്പോഴും മുട്ടത്ത് ജനപ്രതിനിധികളും വ്യാപാരികളും പൊതുപ്രവർത്തകരും ആരോപണ പ്രത്യാരോപണങ്ങളിൽ ജനം ദുരിതത്തിൽ. മുട്ടത്ത് ഓട വൃത്തിയാക്കി BJP പ്രവർത്തകർ മാതൃകയായി. കുറെ നാളുകളായി ഓട നിർമ്മാണത്തിന്റെ പേരിൽ ഭരണകക്ഷിയായ UDF-ഉം പ്രതിപക്ഷമായ LDF-ഉം വ്യാപാരികളും പരസ്പരം ചെളിവാരിയെറിഞ്ഞ് മത്സരിക്കുന്നതിനിടയിലാണ് BJP പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ഓട നിർമ്മാണത്തിന് BJP-ക്കാർ ഇറങ്ങിയതോടെ വ്യാപാരികളും പിന്തുണയുമായി രംഗത്തെത്തി. ഇതിനിടയിൽ ബുധനാഴ്ച ചേർന്ന പഞ്ചായത്ത് യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പഞ്ചായത്ത് ഭരണസമിതി കള്ളക്കേസ് കൊടുക്കുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. മുട്ടം നഗരത്തിൽ ബുധനാഴ്ച പ്രതിഷേധത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും സമയമായിരുന്നു. മുട്ടം ടൗണിലെ ദുർഗന്ധം വമിക്കുന്ന ഓടകൾ തന്നെയാണ് പ്രശ്നം. കുറെ നാളുകളായി മുട്ടത്ത് ഓടകൾ നന്നാക്കണമോ വേണ്ടയോ എന്നായിരുന്നു പ്രശ്നം. പഞ്ചായത്ത് പല പ്രാവശ്യവും നന്നാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ LDF-ഉം ഒരു വിഭാഗം വ്യാപാരികളും എതിർക്കുന്നുവെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആരോപണം. പഞ്ചായത്തിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ഇതിനെ ശക്തമായി എതിർക്കുന്ന ഒരു വിഭാഗവും ഉണ്ടായിരുന്നു. ഇവരെല്ലാം രഹസ്യമായും പരസ്യമായും രംഗത്തിറങ്ങിയപ്പോൾ പഞ്ചായത്തിന് പിന്മാറേണ്ടി വന്നു. ഒരു മഴ പെയ്താൽ ഓടകൾ നിറഞ്ഞ് നഗരത്തിലൂടെ ഒഴുകും. പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഓടകളിലേക്ക് മാലിന്യം ഒഴുക്കിവിടാൻ തുടങ്ങിയതോടെ ദുർഗന്ധം ശ്വസിക്കേണ്ട അവസ്ഥയായി. 6 മാസം മുമ്പ് പഞ്ചായത്ത് ഓടകൾ ശുചീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ സ്ലാബുകൾ തകർത്തിട്ടതല്ലാതെ ഓട ക്ലീനായില്ല. ഇതേ തുടർന്ന് വീണ്ടും പഞ്ചായത്ത് വന്നു. എന്നാൽ വ്യാപാരികൾ തടഞ്ഞു. സ്ലാബുകൾ എടുത്തുമാറ്റിയാൽ പോരാ, നന്നാക്കുന്നത് സംബന്ധിച്ച് ഉറപ്പുവേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. സംഭവം ബഹളത്തിൽ കലാശിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ സംഭവ സ്ഥലത്ത് വന്നു. പഞ്ചായത്ത് ഉറപ്പു നൽകി. ഇതിനിടയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ആക്രമിക്കാനായി ഒരു സംഘം ശ്രമിച്ചു. ഇത് കേസായി മാറി. സ്ലാബുകൾ ഇളക്കിയിട്ടതിനാൽ ഒരു ദിവസം ശാന്താജ്യോതി പബ്ലിക് സ്കൂളിന് അവധി കൊടുക്കേണ്ടി വന്നു. ഭരണകക്ഷിയും പ്രതിപക്ഷവും പരസ്പരം തർക്കമായി മുന്നോട്ടു പോകുമ്പോൾ ബുധനാഴ്ച BJP-ക്കാർ രംഗത്തെത്തി ഓടകൾ വൃത്തിയാക്കുകയായിരുന്നു. വൃത്തിയാക്കാനായി എല്ലാവിധ ആയുധങ്ങളുമായിട്ടാണ് ഒരു സംഘം യുവാക്കൾ രംഗത്തിറങ്ങിയത്. നാട്ടുകാരും വ്യാപാരികളും പിന്തുണച്ചു. ഓടകൾ നിറഞ്ഞു കവിഞ്ഞ് നഗരം ദുർഗന്ധത്തിൽ അമർന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു BJP മുട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓടകൾ ശുചീകരിക്കാൻ ഇറങ്ങിയത്. വൃത്തിഹീനമായി കിടന്ന ഓടകളിലേക്ക് പ്രവർത്തകർ ഇറങ്ങി. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PA വേലുക്കുട്ടൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു J. കൈമൾ, ജില്ലാ സെക്രട്ടറി PR വിനോദ്, തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് KS അജി, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ബിജീഷ് ബാലൻ, നിയോജക മണ്ഡലം ഭാരവാഹികളായ TN സുശീലൻ നായർ, ബിജു നെല്ലാനിക്കൽ, സുരേഷ് നാരായണൻ, അനൂപ് പാങ്കാവിൽ, KM സജീവ്, TM ബിജു, R രഞ്ജിത്ത് ഗോകുൽ, ബിനു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു 100ഓളം BJP പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വ്യാപാരികളും പിന്തുണച്ചു. നാട്ടുകാരും വഴിയാത്രക്കാരും വാഹനയാത്രക്കാരും ഇവരെ അനുമോദിച്ചു. ഓട നിർമ്മാണം തന്നെയായിരുന്നു മുട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അടിസ്ഥാനപരമായ പ്രശ്നം. പഞ്ചായത്ത് കമ്മിറ്റി ആരംഭിച്ചപ്പോഴേ ബഹളമായി. UDF ഭരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും LDF-കാരാണ് ഇറങ്ങിപ്പോയത്. കള്ളക്കേസ് ഉണ്ടാക്കി ഏതാനും വ്യക്തികളെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷത്തെ 2 അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഇവരെ സ്വീകരിക്കാൻ LDF പ്രവർത്തകർ മുട്ടത്ത് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കാത്തുനിന്നു. ഇവരെ സ്വീകരിച്ച് പ്രകടനവും നടത്തിയാണ് പ്രവർത്തകർ പിരിഞ്ഞത്. അപ്പോഴും BJP പ്രവർത്തകർ നാട്ടുകാർക്കും പ്രകടനക്കാർക്കും മാതൃകയായി ഓടകൾ വൃത്തിയാക്കി വരികയായിരുന്നു. ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് കേസിന് ആധാരം. ഒരാഴ്ച മുമ്പാണ് സംഭവം. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോർജും വൈസ് പ്രസിഡന്റ് ഷെർലി അഗസ്റ്റിനും മറ്റ് അംഗങ്ങളും നഗരത്തിലിറങ്ങിയപ്പോൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇവർ ആക്രോശിച്ചുകൊണ്ട് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ആക്രമിക്കാൻ ശ്രമിച്ചു. കഴുത്തിനു കുത്തിപ്പിടിക്കാനുള്ള ശ്രമം ഉണ്ടായെങ്കിലും അതിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്ന് DYSPക്ക് നൽകിയ പരാതിയിലുണ്ട്. ഗതാഗതം തടസ്സപ്പെടുത്താതെ രാത്രിയിൽ ഓട നിർമ്മിച്ചത് തന്നെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണ്. എന്നാൽ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ അസഭ്യം പറഞ്ഞുകൊണ്ട് പാഞ്ഞുവരികയും ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് ഇവരുടെ പരാതി. ഇവരുടെ കയ്യേറ്റത്തിൽ നിന്ന് നാട്ടുകാരാണ് ഇവരെ രക്ഷിച്ചത്. ഏതാനും വ്യക്തികളാണ് ഇപ്രകാരം ചെയ്തത്. കഴുത്തിന് കുത്തിപ്പിടിക്കാനുള്ള നീക്കവും ഇവർ നടത്തി. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് DYSPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുട്ടം നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇടതുപക്ഷ മുന്നണിയും ചില വ്യാപാരികളും അവരോടൊപ്പമുള്ള ഗുണ്ടാസംഘങ്ങളും നടത്തുന്നതെന്ന് ഭരണകക്ഷിയുടെ ആരോപണം.
കഴിഞ്ഞ കാലങ്ങളിൽ മുട്ടത്തെ ഓടകളിലേക്ക് വൻതോതിൽ ഹോട്ടൽ മാലിന്യങ്ങളും മറ്റും തള്ളിയത് ഗ്രാമപഞ്ചായത്ത് സമയോചിതമായി തടഞ്ഞതിന്റെ വിരോധത്തിലാണ് മുട്ടത്ത് നാളുകളായി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ കൂട്ടുപിടിച്ച് ഇടതുമുന്നണിയും ചില വ്യാപാരികളും അക്രമം നടത്തിയതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. കെടുകാര്യസ്ഥതയും അഴിമതിയും മുട്ടം പഞ്ചായത്ത് ഭരണസമിതിയെ ബാധിച്ചിരിക്കുന്നുവെന്നും മുട്ടം ജനകീയ സമിതിയുടെ ആരോപണം. ജനകീയ സമിതി LDF ആണ്. ജനദ്രോഹ നടപടികൾ പഞ്ചായത്തിന്റെ മുഖമുദ്രയാണെന്ന് ജനകീയ സമിതി ആരോപിക്കുന്നു. കള്ളക്കേസിൽ കുടുക്കി ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നവർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് SC/ST ഫണ്ടുകൾ അടക്കം ലക്ഷക്കണക്കിന് രൂപയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ലാപ്സാക്കി കളഞ്ഞത്. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുട്ടം ടൗണിലെ ഓടകളിലെ മാലിന്യം നീക്കം ചെയ്യാൻ പോലും കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നതെന്ന് സമിതി ആരോപിക്കുന്നു. BBC ന്യൂസ് മുട്ടം. ദീർഘദൂര ഓട്ടക്കാരൻ ഷിനുവിന്റെ ഇടുക്കി ജില്ലയിലെ മാരത്തോൺ തൊടുപുഴയിൽ നിന്നും ആരംഭിച്ചു. പ്രസ് ക്ലബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാരത്തോൺ മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ചികിത്സാ രംഗത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓടി അതിൽ നിന്ന് പരമാവധി തുക കണ്ടെത്തിക്കൊണ്ട് പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 60 കുട്ടികൾക്കായിട്ട് 22 ലക്ഷം രൂപ നിലവിൽ അദ്ദേഹം ചെലവഴിച്ചു കഴിഞ്ഞു. വളരെ കരുണീയമായ ഒരു കാരുണ്യ പ്രവർത്തനത്തിനാണ് എൻ്റെ സുഹൃത്ത് ഷിനു ഇവിടെ വലിയ ഒരു ഉദ്യമത്തിന് നേതൃത്വം കൊടുക്കുന്നത്. തൊടുപുഴ നഗരസഭയിൽ എത്തിച്ചേർന്ന ഈ യുവ സ്പോർട്സ് താരത്തിന് എല്ലാവിധ ഭാവങ്ങളും നേടുന്നു. രോഗാതുരരായ ജീവിതങ്ങൾക്ക് പുതുജീവിതം പകരാൻ ഷിനു ഓടിക്കൊണ്ടേയിരിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ 8 തവണയായി തിരുവനന്തപുരം നെയ്യാറ്റിൻകര പനയടിപ്പറമ്പ് വീട്ടിൽ SS ഷിനു ഇതുവരെ ഓടിത്തീർത്തത് 46,000 കിലോമീറ്റർ. ഓട്ടത്തിനിടെ സുമനസുകൾ നൽകുന്ന സഹായത്താൽ ഇതുവരെ 60 പേരെ ചികിത്സയ്ക്ക് സഹായിച്ചു. പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ 12 പേരുടെ ശസ്ത്രക്രിയ നടത്തി. 22 ലക്ഷം രൂപയാണ് ഓട്ടത്തിലൂടെ ഇതുവരെ സമാഹരിച്ചത്. ക്യാൻസർ, വൃക്ക, ഹൃദ്രോഗം തുടങ്ങിയവയെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന കുരുന്നുകളുടെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നതിനാണ് ഷിനു ഓടുന്നത്. 2008 ഡിസംബർ 15 മുതൽ ഓടുന്ന ഷിനു ഒരു ദിവസം കുറഞ്ഞത് 70 മുതൽ 80 കിലോമീറ്റർ വരെ ദൂരമാണ് ഓടുന്നത്. രാവിലെ 10:30 മുതലാണ് ഓട്ടം തുടങ്ങുക. രോഗത്താൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ നെയ്യാറ്റിൻകര ജീവൻ രക്ഷാ മാരത്തൺ ഫൗണ്ടേഷനും ഷിനു രൂപം നൽകിയിട്ടുണ്ട്. നിർധനരുടെ സഹായാർത്ഥം ഇത്തവണ നടത്തുന്ന ജീവൻ രക്ഷാ മാരത്തൺ മെയ് 28-ാം തീയതി മലപ്പുറത്ത് നിന്ന് ആരംഭിച്ചു. ഇതുവരെ 8 ജില്ലകൾ പിന്നിട്ട മാരത്തൺ വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് 4 വരെ ഇടുക്കി ജില്ലയിലാണ് പര്യടനം നടത്തുക. തുടർന്ന് കൊല്ലത്തേക്ക് പോകും. ജീവൻ രക്ഷാ മാരത്തണിലൂടെ 6 ലക്ഷം രൂപ സമാഹരിക്കുകയാണ് ഉദ്ദേശമെന്ന് ഷിനു പറയുന്നു. ഇതുവരെ 4.5 ലക്ഷം രൂപ സമാഹരിച്ചു. ഓടുന്നതിലൂടെ ലഭിക്കുന്ന തുക അർഹരായവർക്ക് കൈമാറും. ഫൗണ്ടേഷൻ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുത്താണ് തുക കൈമാറുന്നതെന്നും ഷിനു പറയുന്നു. ഇതുവരെ 83 അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മാരത്തൺ തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ചു. മാരത്തൺ വാഗമണ്ണിന് സമീപം സമാപിക്കും. 4 ദിവസം കൊണ്ട് ഇടുക്കി ജില്ലയിലെ മുഴുവൻ പ്രദേശത്തും എത്താനാകുമെന്നാണ് കരുതുന്നത്. മാരത്തൺ ഓഗസ്റ്റ് 2-ാം വാരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിക്കും. 14 ജില്ലകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഓടിത്തീർത്ത് ഗിന്നസ് ബുക്കിൽ ഇടം നേടുകയെന്ന സ്വപ്നവും ഷിനുവിനുണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ച ഷിനു ഓടാത്ത സമയത്ത് സുഹൃത്തിന്റെ പച്ചക്കറി കടയിൽ ജോലി ചെയ്യും. നെയ്യാറ്റിൻകര വിഷ്ണുപുരം റോഡിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി P. ശ്രീനിവാസൻ S. ശുഭാദേവി ദമ്പതികളുടെ മകനാണ് ഷിനു. ഇടുക്കി ജില്ലയിൽ 450 കിലോമീറ്റർ ഓടിത്തീർക്കാനാണ് ഷിനുവിന്റെ ലക്ഷ്യം. BBC ന്യൂസ് തൊടുപുഴ. SNDP യോഗം തൊടുപുഴ യൂണിയൻ രൂപീകരിച്ചിട്ടുള്ള ഗുരുദർശന ട്രസ്റ്റ് തൊടുപുഴയിൽ ആരംഭിക്കുന്ന ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ ഓഫീസ് ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ യൂണിയൻ ഓഫീസ് പരിസരത്ത് നഗരസഭാ ചെയർമാൻ AM ഹാരിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമായി ആർട്സ് വിഭാഗത്തിലാണ് നമുക്കിവിടെ അഡ്മിഷൻ ആരംഭിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത്. തുടർന്ന് സയൻസ് വിഭാഗങ്ങളും മറ്റ് ഏതെല്ലാം മേഖലകളിലേക്ക് ഈ കോളേജിൽ എത്തിപ്പെടാൻ കഴിയുമോ എല്ലാ മേഖലകളിലേക്കും ഈ കോളേജ് എത്തിപ്പെടാൻ കഴിയുന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള SNDP യോഗം ഈ ഒരു കോളേജ് എങ്ങനെ നടത്തണം അല്ലെങ്കിൽ സ്കൂൾ എങ്ങനെ നടത്തണം എന്ന് നടത്തി പരിചയമുള്ള ആളുകൾ ഇതിൻ്റെ തലപ്പത്തുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ വളരെ എളുപ്പമായി കാര്യങ്ങൾ നടത്താൻ കഴിയും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. ഇങ്ങനെയൊരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരികയും അതിനാവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടിയെന്ന് ബഹുമാന്യനായ എൻ്റെ സുഹൃത്തുക്കൾ സിനിമോൻ പറഞ്ഞു കഴിഞ്ഞു.
ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം തന്നെ പരമാവധി ഈ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തെയും സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെയ്തു തന്നു എന്ന്. കഞ്ഞിക്കുഴി സ്കൂളിൽ പുതിയതായി നമുക്ക് ലഭിച്ച അഡീഷണൽ ഒരു ബാച്ച് കൂടി +1 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കുറെ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ പല ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, തെളിവുകളുമായി വന്നാൽ അതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന്. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് പ്രവീൺ, സെക്രട്ടറി PS സിനിമോൻ, വൈസ് പ്രസിഡന്റ് D ബോസ്, കോളേജ് പ്രിൻസിപ്പൽ AP രാഘവൻ, MN രവി, KK തമ്പി എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ. പകരം സംവിധാനമൊരുക്കാതെ ആദിവാസി വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ഒഴിപ്പിക്കുന്നതിൽ പ്രതിഷേധം ശക്തമായി. ഇടുക്കി മെഡിക്കൽ കോളേജിനായി ഒഴിപ്പിക്കുന്ന ഹോസ്റ്റലിന്റെ പേരിലാണ് ആദിവാസികൾ രംഗത്ത് വന്നത്. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ 16ാമത് വാർഷികാഘോഷം നടന്നു. പൊതുസമ്മേളനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ജോസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 5-ന് ദേവികുളം RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തും. നാഷണൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ ഇനത്തിൽ തൊടുപുഴ പ്രതീക്ഷാ ഭവൻ സ്കൂളിൽ നിന്നും കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച 2 കുട്ടികൾക്ക് സ്വർണ്ണ മെഡൽ. ദീർഘദൂര ഓട്ടക്കാരൻ ഷിനുവിന്റെ ഇടുക്കി ജില്ലയിലെ മാരത്തോൺ തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ചു. പ്രസ് ക്ലബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാരത്തോൺ മുനിസിപ്പൽ ചെയർമാൻ AM ഹരിത് ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.